ഹലോ, ജുജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് ആശംസകൾ. ഞങ്ങൾ ഈദ് വളരെ ഭംഗിയായിട്ട് തന്നെ ആഘോഷിച്ചു കേട്ടോ. നിങ്ങളും ഈദ് വളരെ മനോഹരമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഈദിൻ്റെ ദിവസം രാവിലെ മുതൽ അങ്ങോട്ട് നല്ല തിരക്കാണ്. ഫിത്ർ സക്കാത്തിൻ്റെ അരി വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുടെ തിരക്ക്, അത് കഴിയുമ്പോഴത്തേനും പള്ളി പോകുന്നതിൻ്റെ തിരക്ക്, പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാ റിലേറ്റീവ്സും നമ്മുടെ വീട്ടിൽ കയറിയിട്ട് അങ്ങനെ നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗസ്റ്റുകൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ അവർക്ക് വരുന്ന ആൾക്കാർക്കുള്ള ഒരു ഫുഡ് കൊടുക്കുന്നതിൻ്റെ തിരക്ക്, അതിൻ്റെ ഇടയിൽ ഉച്ചക്കലത്തെ ബിരിയാണിയുടെ തിരക്ക്, അങ്ങനെ മൊത്തത്തിൽ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഉച്ചവരെ ഈദ്. നമ്മളുടെ ഇത്തവണത്തെ ഈദിൻ്റെ ലഞ്ച് സ്പെഷ്യൽ ജൂജുമാടെ ബീഫ് ദം ബിരിയാണി ആയിരുന്നു. അതിൻ്റെ കൂടെ സൈഡ് ഡിഷസായിട്ട് ബീട്രൂട്ട് പിക്കിളുണ്ടായിരുന്നു, പിന്നെ ഇരുമ്പുളി വെച്ചിട്ടുള്ള പിക്കിളുണ്ടായിരുന്നു, ഇഞ്ചംപുളി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം, സാലഡ്, ചിക്കൻ 65, ഇത്രയും ഐറ്റംസ് ആയിരുന്നു ലഞ്ചിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ജൂജുമാടെ ബിരിയാണിയുടെ റെസിപ്പി നമ്മൾ പലതവണ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഒത്തൻറ്റിക്കായിട്ടാണ് ജൂജുമ ഈദിന് ബിരിയാണി ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്പീഡായിട്ടൊക്കെ ഉണ്ടാക്കുമെങ്കിലും കുക്കറിലുണ്ടാക്കാം, അതല്ലെങ്കിൽ ദമ്മിൽ തന്നെ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഈദിന് എപ്പോഴും ഈ വിറകടുപ്പിൽ ഉരുളി വെച്ചിട്ടാണ് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യുന്നത്. ദം ചെയ്യുന്നതും അതുപോലെ തന്നെ വിറകടുപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഈദിന് മിക്കപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഞങ്ങൾ 7 പേർക്ക് മാത്രമല്ലാതെ പുറത്തേക്കും ഒക്കെ നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ റിലേറ്റീവ്സിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഫുഡ് കൊടുക്കാറുണ്ട്. സോ ഒരുപാട് ഉണ്ടാക്കേണ്ടത് കൊണ്ട് തന്നെ ഇതേപോലെ വിറകടുപ്പിൽ കുറച്ചധികമായിട്ടാണ് എപ്പോഴും ജൂജുമ്മ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത്. ജൂജുമ്മയുടെ ദം ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടും തന്നെ മുളക് പൊടി ആഡ് ചെയ്യില്ല. അതിൻ്റെ കളർ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. മുളക് പൊടി അതിലൊട്ടും തന്നെ ആഡ് ചെയ്യാറില്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ശുദ്ധമായ നെയ്യിലാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഒട്ടും ഓയിലോ എണ്ണയോ ഒന്നും ചേർക്കാതെ നെയ്യിലാണ് പ്രിപ്പയർ ചെയ്തെടുക്കാറുള്ളത്. പിന്നെ ഈ മസാല പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഉരുളിയിൽ വഴറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ മസാല ഈ ബീഫിലേക്ക് നല്ല പോലെ ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക സ്വാദ് ഈ മസാലയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉമ്മാടേതായ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തോ തേങ്ങ അരച്ചിട്ടാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്, അതുപോലത്തെ ഒരു വൈറ്റ് കളർ. പക്ഷേ ഈ സീക്രട്ട് സാധനങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരികയില്ല. അതൊക്കെ ഉമ്മയുടെ സീക്രട്ട്സ് തന്നെയാണ്. അപ്പോൾ ഈ വൈറ്റ് സാധനം ഇതെന്താ അമ്മ, വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതെന്താ അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സാധനം എന്നേ പറയുള്ളൂ. അതേപോലെ തന്നെയാണ് മിക്ക പൊടികളും. ചെറിയ പൊടികൾ ഇങ്ങനെ ബോട്ടിൽസിലാക്കിയിട്ട് ബിരിയാണി വെക്കുന്ന അന്നും ഉമ്മയുടെ കയ്യിൽ പ്രത്യേകം കാണാൻ പറ്റും. ആ പൊടികളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ മസാല പ്രിപ്പയർ ചെയ്ത് നെയ്ച്ചോറും വേറെ പ്രിപ്പയർ ചെയ്തിട്ട് ഇതിനെ രണ്ടിനെയും കൂടിയിട്ട് ദം ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് സാധാരണ പോലെ പൈനാപ്പിൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്, മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ സവാളയും കാഷ്യൂനട്ട്സും റേസിൻസും അത് വറുത്തിട്ട് അതും ആഡ് ചെയ്യുന്നുണ്ട്. ഈ വറുക്കുന്ന സവാള പോലും നെയ്യിലാണ് ചെയ്തെടുക്കുന്നത്, എണ്ണ ആഡ് ചെയ്യാതെ. എണ്ണയിലാവുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാലും ഈ ഒരു കളറിലേക്ക് ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നെയ്യിലായതുകൊണ്ടാണ് ഈ ഒരു കളറിലേക്ക് ചെയ്തെടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ബ്രൗൺ കളറിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ദം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ജൂജുമ്മയുടെ ദം ബിരിയാണിക്ക്. അതും ഈ ബീഫ് ബിരിയാണി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആ ബീഫിൻ്റെ കറക്റ്റ് അത്രയും സമയം ദം ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു 45 മിനിറ്റൊക്കെ ദം ചെയ്തിട്ടാണ് എടുക്കുന്നത്. സോ അതിങ്ങനെ ഇരുന്ന് ശരിക്കും ദമ്മായി ഭയങ്കര സോഫ്റ്റായിട്ടാണ് ബിരിയാണി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദമ്മിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കുന്നത്. എന്നിട്ട്
താഴേന്നും മേലെന്നും കനൽ കൊടുത്ത് ഇതിൻ്റെ ചുറ്റിലും മൈദ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെ ആ ആവി മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിൽ തിങ്ങി നിൽക്കും. അങ്ങനെയാണ് ഇത് ദം ചെയ്തെടുക്കുന്നത്. ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് പൊട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈദയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും. എന്നിട്ട് കത്തി വെച്ചിട്ടാണ് അതിങ്ങനെ പൊട്ടിച്ച് എടുക്കുന്നത്. ഇതിങ്ങനെ പൊട്ടിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ, ഒരു സ്മെല്ല് വരും ഇതിൻ്റെ അകത്തുനിന്ന്. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് എനിക്കത്. എല്ലാ ഈദിനും ഈ ഉണ്ടാവുന്ന ആ കുട്ടിക്കാലം മുതലുള്ള നമുക്ക് ഈദിന് ഇതേപോലെ എല്ലാ വർഷവും ഉമ്മ ഇങ്ങനെയാണ് ബിരിയാണി ഈദിന് ഉണ്ടാക്കുന്നത്. അല്ലാത്ത സമയത്തൊക്കെ പലപ്പോഴും പല രീതിയിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ബിരിയാണി പോട്ടെല്ലാം ഉണ്ടാക്കാറുണ്ട്, വെറുതെ ഫോയിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ നോർമലി ഉണ്ടാക്കില്ലേ. പക്ഷേ ഈദിന് എപ്പോഴും സ്പെഷ്യലായിട്ട് ഇങ്ങനെയാണ് ബിരിയാണി വയ്ക്കുക. ഇതാണ് ദം ചെയ്ത് കഴിഞ്ഞ് ഫൈനലി ബിരിയാണി ഇങ്ങനെയാണ് ഉണ്ടാവുക. ആ ദമ്മ് കട്ട് ചെയ്തെടുക്കുമ്പോഴും കറക്റ്റ് ഒരു പ്രത്യേക കളർ കോമ്പിനേഷനിലാണ് ഈ ബിരിയാണി ഇരിക്കുക. മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഒരു കളറാണ് ഇതിന് വരിക. കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമുക്ക് മടുപ്പ് തോന്നില്ല. ബിരിയാണിയുടെ ഒരു ഹെവിനെസ് ഇതിന് ഒട്ടും ഉണ്ടാവാറില്ല. പിന്നെ ഈ നോമ്പ് കഴിഞ്ഞിട്ടാണല്ലോ, നമ്മൾ നോമ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഈ ബിരിയാണി നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം ഫുഡൊന്നും ഉച്ചയ്ക്ക് കഴിക്കാതിരുന്നിട്ട് കഴിക്കുന്നതിൻ്റേതായൊരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവും. കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഫില്ലിംഗ് ആയിട്ട് തോന്നും. പിന്നെ ഒപ്പം തന്നെ ഈ ചിക്കൻ 65ഉം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴും നമുക്ക് കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഒരു ഈവനിങ് വരെ ആ ഒരു രീതിയിലങ്ങ് പോവും. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പുറത്ത് ഇറങ്ങി കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി, അല്ലെങ്കിൽ പുറത്ത് എവിടേക്കെങ്കിലുമൊക്കെ പോയി, അങ്ങനെയാണ് നമ്മളുടെ ഈദ് മിക്കവാറും ഉണ്ടാവാറുള്ളത്. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടോ, പല സ്ഥലങ്ങളിലും പല കളറാണ് അതിന് വരുന്നത്. ജോജുമാടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പെഷ്യലാണത്. ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഒരു അറബിക് ഫ്ലേവറും അല്ല, എന്നാലൊരു ആയുർവേദിക് ഫ്ലേവറും അല്ല എന്ന് പറഞ്ഞതുപോലത്തെ ഒരു സ്മെല്ലും ടേസ്റ്റുമാണ് ഉമ്മയുടെ ഒരു ബിരിയാണിക്ക് വരുന്നത്. ഉറപ്പായിട്ടും ഉമ്മ ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ തന്നെയാണ് നമ്മൾ എത്ര ട്രൈ ചെയ്താലും ഈ ഒരു ടേസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ. അത്രയേ ഉള്ളൂ നമ്മുടെ ഈദ് വിശേഷങ്ങൾ. താങ്ക്